ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ എറണാകുളം മേനക. ചുമ്മാ ഒരു വൈബ്. അപ്പം ഒരു ഐസ്ക്രീമായിട്ടൊക്കെ വന്നതായിരുന്നു. ഇതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഐസ്ക്രീം പകലിക്ക് അങ്ങ് പോയി. ഒരു 4-5 ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇത്ര ഐസ്ക്രീം വെച്ച് ഞാൻ കാണിക്കാം. സെറ്റാണ്, നല്ല മൂഡാണ്, വൈബാണ്. ചുമ്മാ ഐസ്ക്രീമൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കയ്യിൽ മുഴുവനും ഐസ്ക്രീമായി. പിന്നെ ഇതിനിപ്പം തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ ചാടേണ്ടി വരും. ഇനി ചാടി കഴിഞ്ഞാലും എനിക്ക് നീന്താൻ അറിയില്ല, അത് വേറൊരു കാര്യം. ഇനി ഇതിപ്പോൾ നക്കി തുടയ്ക്കണമെന്ന് തോന്നുന്നു. കൊള്ളാം. പലതരം ഫ്ലേവർ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്ലേവറല്ല, ചോക്ലേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലേവറും ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞ, നീല, പച്ച, വെളുപ്പ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ ഐസ്ക്രീം കുടിക്കാനാണ്. അതുകൊണ്ട് വേണ്ട. ഭാവിയും ഭൂതവും എല്ലാം പോയി കിടക്കാം. ഇനി ഭാവി പറഞ്ഞിട്ടൊക്കെ എന്ത് കാര്യം, എല്ലാം പോയില്ലേ? ഇല്ല, നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. വേണ്ട. ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ഇനി വല്ല നെഗറ്റീവ് വല്ല ആണെങ്കിൽ വെള്ളത്തിൽ എടുത്ത് ഞാൻ ചാടിയല്ല. അങ്ങനെ ചാടുവാണെങ്കിൽ ഞാൻ പണ്ടേ ചാടിയന. അപ്പം എൻ്റെ ഭാവിയും ഭൂതവും എല്ലാം പറയും. അത് വേണോ? വേണ്ട. അത് കറക്റ്റ് ചെയ്യണ്ട. ഞാൻ ആർക്കൊരു ഉപകാരം ചെയ്താലും നന്ദി ഉണ്ടാവില്ല. അതൊന്നും ശരിയല്ല. ഞാൻ നന്ദി ഇല്ലാത്തവനെന്നാണ്? അല്ല അല്ല അല്ല, അങ്ങനെ പറയില്ല. പോടണം, പൊക്കണം. സത്യാണ്. അപ്പൻ്റെ പേരേ ഉള്ളൂ, ഫലം കുറവാണ് മോന് കേട്ടോ. ആള് കലാകാരനാ. ഉമ്മച്ചിയുടെ പൊന്നു മോനാണ്. ഉമ്മച്ചിയുടെ പൊന്നുമോനും കലാകാരനുമാണ്. എത്ര ചിത്രനാള് ആരെങ്കിലും നേരം പോക്ക് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. ആലോചനകൾ. പിന്നെ ഒരാൾ ഇന്ന കാര്യം പറഞ്ഞല്ലോ, അത് ആലോചിച്ച് അവൻ്റെ മനസ്സ് വേദനിക്കും. ശരി, എന്നെ മനസ്സ് വേദനിക്കും. വാഹനപ്രിയനാണ് മോൻ കേട്ടോ. അതൊക്കെ കറക്റ്റാ. എന്നെ വാഹനപ്രിയന. പക്ഷെ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വാഹനം മോന് സാധുവല്ല. അല്ല, അത് കൊടുത്തേച്ച് വേറൊരു വണ്ടി എനിക്ക് എടുക്കണമെന്ന് മോൻ്റെ മനസ്സുകൊണ്ട് തേങ്ങ കൈയല്ല. അല്ല, കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതെ. പക്ഷേ മോൻ ഉദ്ദേശ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. ഇല്ല, ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ മോൻ്റെ ഒപ്പം പഠിച്ച കുട്ടികൾ ഉയർന്നവരുണ്ട്. പക്ഷേ ബുദ്ധി ഡബിൾ ബുദ്ധിയാവുണ്ട്. ഒന്നിങ്ങനെ ബുദ്ധി പറയട്ടെ. പക്ഷെ മോൻ്റെ വർത്താനം കേട്ടാൽ ചത്തു കൊടുക്കുന്ന പട്ടി പോലത്തേക്ക് ഓടി. അങ്ങനെ കേൾക്കുന്ന ബന്ധുക്കൾ 1-2 പേര് ശത്രുക്കൾ. പാപ്പയുടെ ബന്ധുക്കൾ 1-2 ശത്രുക്കളാണ്. ഉമ്മച്ചിയുടെ മിത്രങ്ങൾ ഉണ്ടാക്കണോ ഇല്ല. 23 വയസ്സിന് മുകളിലും 27 വയസ്സ് താഴെയും വിവാഹം നടക്കേണ്ട സമയം മോന് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞോ? വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സ്വന്തം ജാതിയില്ലാത്ത പെണ്ണു മോനെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു. അതിൽ മോന് പരാജയപ്പെട്ടു. കറക്റ്റ് തന്നെ. അതിൽ മോൻ ഭ്രാന്തനായില്ലെന്ന് മാത്രം. മോനെ ദൈവം കാത്തു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും സമാധാനം മോന് കുറവാണ്. മോനെ ആലോചിച്ച് ചിന്തിച്ച് മോൻ ഭ്രാന്തനാകരുത് എന്നവർക്ക്. പക്ഷേ ഇന്ന് മോൻ അന്യാക്കാറ് സഹായങ്ങളെ മോനുള്ളൂ. മിത്രാദികളെ കൊണ്ട് ഒരു സഹായം കിട്ടുന്ന പ്രതീക്ഷ ഇന്നും മോനില്ല. ഉദ്ദേശ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. അതുകൊണ്ടോ പഠിച്ചെങ്കിൽ ഉയർന്ന കാര്യത്തിലോ എപ്പോഴും മോൻ ദുഃഖമാണ്. മോൻ്റെ കുടുംബത്തെ കൊണ്ടുവന്നതോ പറഞ്ഞു വിട്ടതോ ഒരു വിവാഹം നടത്തി വെച്ചതോ തൃപ്തിയായില്ല. ആ ബന്ധുക്കളെ കൊണ്ട് നല്ല വാക്കിന് പോലും ഫലം കിട്ടുന്ന പ്രതീക്ഷ ഇന്നും മോനില്ല. വാപ്പാക്ക് തുല്യപ്പെട്ട എല്ലാ ചുമതലയും സ്ഥാനവും മോൻ ഏറ്റെടുക്കേണ്ട മോനാ. സമാധാനം കുറവാ മോനിന്നും.
മോൻ ഇപ്പോൾ താമസിക്കുന്ന വീട് മോന് സാധ്യതമല്ല, എൻ്റെ സ്വന്തമാണോ എൻ്റെ പേർക്കാണോ എന്ന് അഭ്യർത്ഥിച്ച് വാങ്ങൂല വിവാഹത്തിന്. ഇന്ന തുക തന്നാലേ ഞാൻ വിവാഹം ചെയ്ത വാഗ്ദാനം മോൻ പറയില്ല. മോൻ ആശിക്കുന്നത് എന്തായിരിക്കും. പക്ഷേ തടസ്സം ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും മോൻ പിടിച്ചോലും മോനം നേടി വിജയിക്കേണ്ട ഫലം ഉണ്ടായി വന്നാൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനിടയുണ്ടെങ്കിൽ മോന് വിളിച്ചൊരു നല്ല വാക്കെങ്കിലും പറയാം. ഓക്കെ. അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. ഉണ്ട്. പക്ഷെ ഒരു സ്നേഹമെങ്കിൽ പരാജയപ്പെട്ടു, അതിൽ മോൻ ഭ്രാന്തനായില്ലെന്ന് മാത്രം. അപ്പോൾ എന്തായാലും എൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പാവം, ജീവിക്കാനുള്ളൊരു മാർഗ്ഗമല്ലേ, വന്നതല്ലേ, ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു മാത്രം ഇരുന്ന് കൊടുത്തതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ പറഞ്ഞാലും മനസ്സിലായില്ല. ഇഷ്ടമില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഐസ്ക്രീമായിട്ട് വന്ന ഞാൻ ഐസ്ക്രീമായിട്ട് തിരികെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയും വരും.